എവ്രിവൺ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസ്ക്രിമിനേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ്. നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടം മാതിരി ഇതങ്ങെടുക്കില്ലേ? നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഇതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ജസ്റ്റ് നമ്മൾ എന്താ ഡിസ്ക്രിമിനേഷൻ, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഡിസ്കസിംഗ് ഡിസ്ക്രിമിനേഷൻ ക്യാൻ ബി ഹാർഡ് ഇനഫ് ഫോർ അഡൾട്ട്സ്. Talking to kids about the subject can be especially daunting. People can be discriminated against for any number of reasons: age, gender, weight, religion, income level, disability, sexual orientation, and race or ethnicity. അപ്പൊ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തരംതിരിവ്. ഏതൊക്കെ രീതിയിൽ കുട്ടികളെ നമുക്ക് തരംതിരിക്കാൻ പറ്റും? പല രീതിയിൽ. നമ്മൾ ഏതൊരെണ്ണം എടുത്താലും നമുക്ക് കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏജ് ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ, വെയിറ്റ്, റിലീജിയൻ, ഇൻകം ലെവല്, ഇനിയിപ്പൊ അതല്ലെങ്കിൽ കാസ്റ്റ്, അതേപോലെ തന്നെ എന്താ ഇനിയിപ്പൊ അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പഠിക്കും, മറ്റേ കുട്ടി പഠിക്കില്ല. ആ കുട്ടി ഇങ്ങനെ ചെയ്തു, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു. അപ്പൊ പല രീതിയിലാണ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് വരുന്നത്. ഈ ഡിസ്ക്രിമിനേഷൻ നമുക്ക് വേണമെങ്കിൽ പണ്ട് മുതലത്തെ ഹിസ്റ്ററി ഒക്കെ അങ്ങോട്ട് എഴുതാൻ പറ്റും. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ഭയങ്കര റിച്ച് ആയിട്ടുള്ളവരും പുവറും ആയിട്ടുള്ളവരും, കാസ്റ്റ്, റിലീജിയൻ, അതൊക്കെ അവിടെ നിന്ന് പോലെ തുടങ്ങിയിട്ട് വരിക കേട്ടോ. ഫുള്ള് ഹിസ്റ്ററി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാൻ പറ്റും. ദെൻ ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ കോസസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്. അതായത് പണ്ട് മുതലേ അറിയാം കാസ്റ്റ് സിസ്റ്റം. ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലുള്ളവർക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, അതേപോലെ തന്നെ അവർക്ക് പഠിത്തമില്ല, അങ്ങനത്തെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ എഴുതുക. ഇപ്പൊ ഒരു ക്ലാസ്സസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആദിവാസി സ്റ്റുഡൻസിനോടുള്ള നെഗ്ലക്റ്റൻസ്, അതെല്ലാം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി, എന്നാലും ഇവിടെ നമുക്കത് എഴുതാൻ പറ്റും. പിന്നെ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റീജിയൻ. അതായത് ഓരോ റീജിയനിൽ ഇപ്പൊ നമ്മളാണെങ്കിലും ഇവിടെ കേരളത്തിൽ ബംഗാളീസിനെ കാണുമ്പോൾ നമ്മൾ ബംഗാളി അല്ലെങ്കിൽ ആ ഒരു കണ്ണോട് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ അവർ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നുണ്ടാവില്ല, നല്ല രീതിയിൽ അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ബംഗാളീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. പിന്നെ ഈ അടുത്ത് വന്നൊരു ന്യൂസ് ആയിരുന്നു, ഈ ബംഗാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആസാമീസ് സ്റ്റുഡൻസ് സ്കൂളിൽ ചേർത്തിയിട്ട് ആ കുട്ടികളോട് ബാക്കിയുള്ള സ്റ്റുഡൻസ് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ദെൻ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ പറയാലോ. അതായത് ഇപ്പൊ നമുക്കറിയാം ഫീമെയിൽ മെയിൽ അങ്ങനെ അല്ലാതെ ഇപ്പൊ നമ്മള് ബാക്കി ജെൻഡേഴ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കെതിരെ ആയിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എഴുതാൻ പറ്റും. ഇനിയിപ്പോ ഫീമെയിൽ മെയിൽ ആണെന്നുണ്ടെങ്കിൽ പോലും പെൺകുട്ടികളെ പഠിക്കാൻ വിടില്ല, അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. എസ്പെഷ്യലി പണ്ടുള്ള കാലത്ത് പെൺകുട്ടികളെ പഠിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുകയായിരുന്നു, ജോലിക്ക് ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ലാംഗ്വേജ്. ഇപ്പൊ ഇതേപോലെ തന്നെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു പാലക്കാട്ടുകാരിയാണ്, ഞാൻ പോയിട്ട് മലപ്പുറത്ത് പോയി ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ വേറെ കാസർഗോഡ് പോയിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളെല്ലാം. അപ്പൊ ലാംഗ്വേജിന്റെ പേരിലും ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പല ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് ഇതിൽ ഇനി ആഡ് ചെയ്തൂടെ? ഏതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുക? മെയിൻ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച ഏതൊരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനും നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ട്ടോ. Then measure to prevent discrimination in India. എന്തൊക്കെ മെഷേഴ്സ് ആണ് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കിക്കേ, the Scheduled Caste and the Scheduled Tribes Prevention of Atrocities Amendment Act 2015 was passed by the Parliament of India. As per this act, special courts will be established to conduct trials of offences committed against the members of Scheduled Tribes and Scheduled Caste. എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എന്താണ് കോർട്ട് അല്ലെങ്കിൽ അതിന്റെ അവർക്കെതിരായിട്ടുള്ള ക്രൈംസ്, അവരുടെ ഇടയിലുള്ള കേസസ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്ടുകൾ വന്നിട്ടുണ്ട്. ഏത് ആക്ട് പ്രകാരം? 2015 വന്നിട്ടുള്ള എന്താണ് നമ്മുടെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അമെൻഡ്മെന്റ് ആക്ട്, അത് പ്രകാരം സ്പെഷ്യൽ കോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 17 എന്താ പറയുന്നത്? ഇറ്റ് അബോളിഷസ് അൺടച്ചബിലിറ്റി ഇൻ ഇന്ത്യ. തൊട്ടുകൂടായ്മ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഉയർന്ന ജാതിയിലുള്ളവരെ താഴ്ന്ന ജാതിക്കാർ തൊടാൻ
പാടില്ല, അങ്ങനത്തേക്ക് അവർ തൊട്ട സാധനങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പൊ അതൊക്കെ ആർട്ടിക്കിൾ 17 വെച്ചിട്ട് അബോളിഷ് ചെയ്തു. അതായത് കംപ്ലീറ്റ്ലി നിർത്തലാക്കി. Then Article 330 and 332 provide reservation of seats for scheduled caste and scheduled tribes in Parliament, Legislative Assembly of State, Municipalities and Panchayat. എന്താ ആർട്ടിക്കിൾ 313, 332 പ്രകാരം എന്താണ്, നമ്മുടെ രാജ്യസഭ ആയിക്കോട്ടെ ഏതൊരു നിയമസഭ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മുടെ അവിടെയുള്ള മെമ്പേഴ്സിന് ഇത്ര ശതമാനം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ട ഉള്ള ആൾക്കാർ വേണം അവിടെ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ റിസർവേഷൻ ഉണ്ടാക്കിയെടുത്തു. മാത്രമല്ല 30% റിസർവേഷൻ എല്ലാ ഏരിയാസിലും അവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ചൈൽഡ്, അതായത് എഡ്യൂക്കേഷൻ, മറ്റേ നമ്മൾ പഠിച്ചില്ലേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾസിലാണെങ്കിൽ ഇത്ര പെർസെന്റേജ് 25% റിസർവേഷൻ ഉണ്ട്, ജോലി സ്ഥലങ്ങളിൽ 30% ഉണ്ട്, അതെല്ലാം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി നോക്കിക്കേ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡ്രഗ് ഡിപെൻഡൻസി എമംഗ് ചിൽഡ്രൻ. പറയേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടം പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ഡ്രഗ് ഡിപെൻഡൻസി. നോക്കിക്കേ, the incidence of drug abuse is higher among children and adolescents compared to the general population due to experimentation and identity formation associated with the youth. അപ്പൊ എന്താണ് ഇന്നത്തെ കാലത്ത് ഈ ഡ്രഗ് അബ്യൂസ് എവിടെ നോക്കിയാലും ഡ്രഗ് അബ്യൂസും അതേപോലെ MDMA കേസസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ആരുടെ ഇടയിലാണ്? യൂത്തിന്റെ ഇടയിലാണ്. ഓക്കെ, യൂത്തിന്റെ അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു 14 വയസ്സ് മുതൽ ഒരു 28-29 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇത് അവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, then many street children use cheap drugs to cope with the daily cycles of sexual, physical and mental abuse as recreation to escape a life of poverty. അപ്പൊ എന്താണ് ഇവർ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ടായിരിക്കും, പല ഡ്രഗ്സും ഇന്നിപ്പോ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും എന്തിനാ അവർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലൈഫിലല്ലേ. ഇവര് പറയാ എന്താണ്, ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ലോകത്തേക്ക് പോകും, നമ്മളൊന്നും അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ പറച്ചിലൊക്കെ. അതായത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഹെറോയിൻ, ഒപ്പിയം, ആൽക്കഹോൾ, കന്നാബിസ് ആൻഡ് propoxyphene are 5 most commonly abused substances by children in India. എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാന്നുള്ളത് ഇപ്പൊ പിന്നെ നമുക്ക് MDMA ഒക്കെ അറിയാലോ. ഓക്കെ, then drug abuse among street children is often a response to extreme socio-economic condition, providing a temporary escape from the harsh realities of poverty. എന്താണ് ഇപ്പൊ ഇത് നമ്മൾ എന്താ സ്ട്രീറ്റ് ചിൽഡ്രന്റെ കേസിലാണ് പറയുന്നത്. പോവർട്ടി എന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒരു ടെമ്പററി എസ്കേപ്പ് എന്നുള്ള രീതിയിലാണ് അവര് ഡ്രഗ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വീട്ടില് ഒരു പ്രശ്നവും അറിയണ്ട, ഒരു പ്രശ്നവും വീട്ടിലില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഇന്ന് ഇതിലേക്കൊക്കെ പോകുന്നത് വളരെ കോമൺ ആണ്. കാരണം എന്താണ്, എല്ലാവരും യൂസ് ചെയ്യുന്നു. അപ്പൊ അതെ ഞാനും യൂസ് ചെയ്ത് എന്താണുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഞാനിപ്പോ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ കീറ്റില്ല എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ പല രീതിയിലാണ് ഈ ഡ്രഗ് അബ്യൂസ് വരുന്നത്. ദെൻ നോക്കിക്കേ, under the Juvenile Justice Act 2015, children affected by substance abuse are considered children in need of care and protection, recognizing the need for special intervention and support. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ ആ കുട്ടീനെ പോയിട്ട് ജയിലിലിടെ അല്ലെങ്കിൽ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ റൂൾ പ്രകാരം. 2015 വന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എന്തുകൊണ്ടാണ് അവര് അത് യൂസ് ചെയ്യുന്നത്? അവർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അവര് നല്ല മാർഗത്തിലേക്ക് നയിക്കാന്ന് പറയില്ലേ, ദുർഗുണ പരിഹാര പാഠശാലയൊക്കെ കേട്ടിട്ടില്ലേ, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവരെ കൗൺസിലൊക്കെ ചെയ്ത് ഒരു പ്രോപ്പർ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് ചെയ്യുന്നത്. ദെൻ ദ ടെൻഡൻസി ഫോർ ചിൽഡ്രൻ ആൻഡ് adolescents to experiment with drugs is linked to the critical development phase of forming their identity, making them more vulnerable to substance abuse. അപ്പൊ എന്താണ് നമ്മുടെ ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാനും അതേപോലെ തന്നെ എന്താ പറയാ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അങ്ങനത്തെ ആ ഒരു അതിനെയൊക്കെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരിത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡ്രഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ് ആണ്, അത് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ഒക്കെ നമ്മളെ
വീക്ക് ആക്കും. അതേപോലെ തന്നെ നമുക്ക് അതിനോടൊരു എന്താ പറയാ എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു റിപ്പീറ്റഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് എന്താണെന്നൊക്കെ എഴുതാട്ടോ. പിന്നെ കുട്ടികൾ എന്തുകൊണ്ട് യൂസ് ചെയ്യണു, റീസൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. വീട്ടിലെ നെഗ്ലക്റ്റൻസ്, ഇമോഷണൽ ഇംബാലൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഏജിന്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ലൈക്ക് ടീനേജേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ്, അങ്ങനെ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. റീസൺസ് എഴുതി ഇനി അതെന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മളെ കുട്ടികളിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അത് നമുക്കൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഓക്കെ, അതിന് പല സബ് ഹെഡിങ്സ് ഇട്ടിട്ട് ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ children affected by substance abuse. നോക്കിക്കേ, the incidence of drug abuse among children and adolescents is higher than the general population, partly due to experimentation and identity formation during youth. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. In developed countries, drug abuse among youth is often associated with specific youth subcultures and lifestyles, leading to acceptance of drug use. എന്താണ്, ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങളെന്നൊക്കെ പറയാം. പക്ഷെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലും ഒക്കെ എന്താണ് ഈ ഡ്രഗ് അബ്യൂസ് ഒരുപാട് കൂടി വരുന്നുണ്ട്. അതിപ്പോ അവരുടെ ഒരു കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് അവിടെയൊക്കെ വരുന്നത്. ഇൻ ഏഷ്യ, കനാബിസ് ആൻഡ് ആംഫിറ്റമിൻ ടൈപ്പ് സ്റ്റിമുലൻസ് like ATS are the most commonly used drugs among children and youth. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുണ്ടല്ലോ ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓരോ സ്ഥലത്തും അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് ഇവരുടെ യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ പ്രശ്നമുള്ളവർ അതുകൊണ്ടാന്ന് പറയാം, ഒരു പ്രശ്നവും ഇല്ലാത്തവരോ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ വരും പിള്ളേർ ബാംഗ്ലൂരൊക്കെ പോയിട്ട് സ്വഭാവം മാറി അവിടെയൊക്കെ പോകുന്ന സമയത്ത് എന്താണ്, നല്ല കുട്ടികളും ഉണ്ട് കേട്ടോ, അങ്ങനെയല്ല, പക്ഷെ അവിടെ ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പൊ ഈ ഡ്രഗ് ആൽക്കഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസസ് ആയിക്കോട്ടെ എല്ലാം ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വലിയ നമ്മൾ എന്താ പറയാ ഏറ്റവും വലിയ പ്രശ്നമാവാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ India lacks sensitization programs about drug abuse in schools and for out of school children and does not have a comprehensive substance abuse policy. അപ്പൊ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം അതൊക്കെ കുറച്ചൊന്നും കുറവായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഡ്രഗ് അബ്യൂസിന്റെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടൊന്നും ഇല്ല. പിന്നെ ചിൽഡ്രൻ ഇൻ ഇന്ത്യ സംടൈംസ് യൂസ് ഹൈ ക്വാളിറ്റി ഡ്രഗ്സ് ബട്ട് ഓൾസോ റിസോർട്ട് ടു volatile substances like cough syrup, pain relief ointment, glue, pain, gasoline and cleaning fluids found in corner stores. അപ്പൊ എന്താണ്, ഇവിടെയുള്ളവരുടെ ഡ്രഗ് അബ്യൂസ് എങ്ങനെയാണ്, ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പോഴല്ല കുറച്ച് മുന്നേ, അതായത് ഒരു കുട്ടി കണ്ടിന്യൂസ്ലി ഷോപ്പിൽ നിന്ന് വൈറ്റ്നർ വാങ്ങി കൊണ്ടുപോയിട്ട് ഡൗട്ട് തോന്നിയ ഷോപ്പ് കീപ്പർ അതിനെക്കുറിച്ച് പാരന്റ്സിനോടും അതുപോലെ കംപ്ലൈന്റ് ഒക്കെ വന്ന് പിന്നെ അതിന്റെ അന്വേഷണം വന്നപ്പോഴാണ് ആ ഒരു വൈറ്റ്നർ ആ കുട്ടി ഒരു ഡ്രഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ MDMA അല്ലെങ്കിൽ ഒപ്പിയത് മാത്രമൊന്നല്ല, അതല്ലാതെ കണ്ടിന്യൂസ്ലി കഫ് സിറപ്പ് എടുക്കുന്നവര് അല്ലെങ്കിൽ പെയിൻ റിലീഫ് ഈ മൂവ് ഒക്കെ ഇല്ലേ, അതേപോലത്തെ ഓയിൻമെന്റ്സ് യൂസ് ചെയ്യുക, അതൊക്കെ എന്ത് തന്നെയാണ്, ഡ്രഗ് അബ്യൂസ് തന്നെയാണ്. ചില ആൾക്കാർക്കുണ്ട് അമൃതാഞ്ജനോ വിക്സോ തേക്കാതെ ഉറക്കം വരില്ല, അതെന്താ, അതൊരു ടൈപ്പ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ഏതൊരു നോർമൽ മരുന്ന് കഴിച്ചാലും അതൊരു ഡ്രഗ് അബ്യൂസ് ആണ്. ഓക്കെ, അതുപോലെ ചിലര് നമ്മുടെ ഈ ഗ്യാസിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര, പെട്രോളിന്റെ സ്മെല്ല്, അപ്പൊ അങ്ങനത്തെ ഫ്ലൂയിഡ്സ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലീനിങ് ഫ്ലൂയിഡ്സ്, മണമുള്ള സാധനങ്ങൾ, ഇതിനോടൊക്കെ ഒരു ടെംപ്റ്റേഷനാ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡ്രഗ് അബ്യൂസ് തന്നെയാണ്. ഓക്കെ, there are very few health centers addressing child substance abuse problem, especially in rural areas. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മള് കുറച്ചും കൂടി കോർപ്പറേഷൻ ലൈക്ക് സിറ്റീസ് ആണ്, ബാംഗ്ലൂർ, ചെന്നൈ പോലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ അബ്യൂസ് ഒക്കെ വന്നാലും കുട്ടികളെ പ്രോപ്പർ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യാനും അതിനെങ്ങനെ നേരിടുന്നതിനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ഉൾനാടൻ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം വന്ന് അറിയണമെന്ന് പോലുമില്ല, അതെങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കിക്കേ, ടൊബാക്കോ യൂസ് ഇസ് എ മേജർ കൺസേൺ among children in India with 20 million children per year and nearly 55,000 children per day becoming addicted. The use of substances such as whitener, ഞാൻ പറഞ്ഞില്ലേ, alcohol, tobacco and various drugs is widespread among street children, working children and trafficked children, but reliable data is lacking. A 2008 study by Childline India Foundation in Manipur found widespread acceptance of drug use
from heroin to spasmoproxivone and a high prevalence of HIV/AIDS due to sharing needles among intravenous drug users. നിങ്ങൾ ഈ അടുത്ത് വളാഞ്ചേരിയിൽ ഒരു ന്യൂസ് കേട്ടിരുന്നോ എന്നറിയില്ല. അതായത് വളാഞ്ചേരിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ HIV/AIDS എന്താ പറയാ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് ഇവരെല്ലാം ഡ്രഗ് അബ്യൂസ് ഉള്ള ആൾക്കാർ, അവരൊക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ്, ഒരു കോമൺ നീഡിലാണ് ഷെയർ ചെയ്ത് എന്നുള്ളതായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ഏറ്റവും അടുത്ത് വന്നൊരു കേസായിരുന്നു അത്. അപ്പൊ നോക്കിക്ക് ഈ ഡ്രഗ് അബ്യൂസ് കാരണം അതിന്റെ പ്രശ്നങ്ങൾ വേറെ, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആരാ എന്തോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള ഈ HIV പോലത്തെയൊക്കെ കെയർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് അസുഖങ്ങൾ വേറെ. Okay, then under the Juvenile Justice Act 2000, children affected by substance abuse are considered children in need of care and protection. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഡ്രഗ് എന്ന് പറയുമ്പോൾ MDMA എന്ന് മാത്രം നമ്മൾ ആരും ആലോചിക്കാൻ പാടില്ല. കണ്ടിന്യൂസ്ലി അതില്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ വരുന്ന ഏതൊരു സബ്സ്റ്റൻസും അതൊരു ഡ്രഗ് ആണ്. അതിപ്പോ ഞാൻ പറഞ്ഞു, വിക്സ് ആയിക്കോട്ടെ, അമൃതാഞ്ജൻ ആയിക്കോട്ടെ, വൈറ്റ്നർ ആയിക്കോട്ടെ, എന്തെങ്കിലും സ്മെല്ലായിക്കോട്ടെ, ഒക്കെ എന്താണ്, ഡ്രഗ് ആണ്. അല്ലാതെ MDMA മാത്രല്ല ഡ്രഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ട്ടോ. പിന്നെ റീസൺസ് ഫോർ ഡ്രഗ് അബ്യൂസ് നോക്കിക്കേ. ടു ബി ആക്സെപ്റ്റഡ് ബൈ ദ പിയേഴ്സ്, ഞാൻ പറഞ്ഞു ഒപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോ ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെയാണ്, ഒരു ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും കുടിക്കുന്നുണ്ട്, അപ്പൊ ഞാനും കുടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തും. അല്ലെങ്കിൽ ഇപ്പൊ ഒറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഇവരെല്ലാരും കൂടി കമ്പനി അടിച്ച് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾ ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ പിയേഴ്സിന്റെ ഇടയിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. ഇൻക്രീസിങ് എക്കണോമിക് സ്ട്രെസ്, അതായത് ഫിനാൻഷ്യൽ സ്ട്രെസ് ഒക്കെ എന്താണ് ഒരു റീസൺ ആണ്. ചേഞ്ചിങ് കൾച്ചറൽ വാല്യൂസ്, എന്താ നമ്മൾ പറഞ്ഞു ഇതിപ്പോ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരികയാണ്, കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു സമയം എത്തിക്കൂടാന്നൊന്നുമില്ല. ദെൻ എക്സ്പെരിമെന്റേഷന്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യണു, അപ്പൊ ഒന്ന് നോക്കണേ കൊണ്ട് ഇപ്പൊ എന്താ തെറ്റ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ന്യൂറോട്ടിക് പ്ലഷർ, അതായത് എന്താണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് പോകുന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്. പിന്നെന്താണ് ഇൻഎഫക്റ്റീവ് പോളിസി, പ്രോപ്പർ ആയിട്ട് നിയമമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ യൂസ് ചെയ്യുന്നവരെ അപ്ലൈ പിടിച്ച് എന്താ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കൺട്രോൾ ചെയ്യാം. ഇപ്പൊ ഈ ഡ്രഗ്സ് ഒക്കെ ഏത് കുഞ്ഞു കടയിൽ പോയാലും കിട്ടുന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അത് ഒരു പ്രോപ്പർ പോളിസി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. പിന്നെ നോക്കിക്കേ എന്തൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് വരുന്നത് ഓൾറെഡി നമുക്ക് അറിയാം, എന്നാലും നോക്കിക്കേ. ഇൻക്രീസ് ഇൻ ഡിസീസസ് ലൈക്ക് HIV, ഹെപ്പറ്റൈറ്റിസ് B and C, ട്യൂബർക്കുലോസിസ്, അതേപോലെ ക്യാൻസർ, ഇതൊക്കെ കൂടാൻ കാരണമുണ്ട്. പിന്നെ വയലൻസ് കൂടും, അതായത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യണമെന്ന് പോലും ബോധമുണ്ടാവില്ല. ഇപ്പൊ ഒരുപാട് കേസസ് ഇപ്പൊ അങ്ങനെയല്ലേ, കള്ളു കുടിച്ചിട്ട് അമ്മയെ കൊന്നു, അച്ഛനെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എന്താണ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പാർട്ട്ണറെ പലതും ചെയ്തു, നമുക്ക് പറയാതിരിക്കുകയാണ് ഭേദം. ദെൻ എക്കണോമിക് പൊട്ടൻഷ്യൽ ഗെറ്റ് വേസ്റ്റഡ്, എന്താണ് നമ്മുടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ, അതായത് എക്കണോമിക് പൊട്ടൻഷ്യൽ ആണ് അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ എന്താണ്, അത് മാത്രമല്ല ഫിനാൻഷ്യൽ പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റും. കിട്ടുന്ന പൈസ മൊത്തം കള്ളൊഴിച്ചിട്ടും അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തിട്ടും കളയാണ് പല യൂത്തും ചെയ്യുന്നത്. ദെൻ affects relationship with family, friends, creating emotional and social problems. പറയണ്ടല്ലോ, വീട്ടുകാരായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ ഒരു ലോകമാണ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ എഴുതാം. ദെൻ ഫിനാൻഷ്യൽ ബേർഡൻ, അതായത് കണ്ടിന്യൂസ്ലി എന്താ പറയാ ഇത് യൂസ് ചെയ്യുന്ന ആൾക്ക് പിന്നെ പൈസ ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പൊ ഇവര് പല ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് ലൈക്ക് തെഫ്റ്റിങ് അങ്ങനെ പല രീതിയിലേക്കും പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവരുടെ ഒക്കെ അതിക്രമം ആരുടെ മേത്താണ്, സ്ത്രീകളും കുട്ടികളുടെ അടുത്താണ്. അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രഗ് അബ്യൂസിൽ പറയുന്നത്. ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ മാത്രം ഉണ്ട്, ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഡ്രഗ് എന്താന്ന് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം, എന്നിട്ട് അത് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്ന റീസൺസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിന്റെ എഫക്റ്റ് ഇമ്പാക്ട്സ് എന്തൊക്കെയാന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ബൈ ബൈ, നെക്സ്റ്റ് സെഷനിൽ കാണാം.